സാറ് സൂര്യമംഗലത്തെ രാജകുമാരിയെ കല്യാണം കഴിച്ച കഥ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ഒരു സെലിബ്രിറ്റി കൂടിയല്ലേ പത്മാവതി മാഡം? സെലിബ്രിറ്റി. അവളൊരു പഞ്ചകി കൂടിയാണെന്ന സത്യം സിസ്റ്റർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കേട്ടിട്ടുണ്ട് സർ, പക്ഷെ വിശ്വസിക്കില്ല, വിശ്വസിക്കാൻ പറ്റില്ല. സാറിനൊന്നും തോന്നരുത്. ഇതൊക്കെ സാറിന്റെ തെറ്റിദ്ധാരണകളാണെന്നാ എല്ലാരും പറയുന്നത്. എന്റെ തെറ്റിദ്ധാരണകളൊന്നും അല്ല സിസ്റ്റർ. നേരിൽ കണ്ട കാര്യങ്ങൾ എങ്ങനെയാ വിശ്വസിക്കാതിരിക്കുന്നത്? അല്ല, പിന്നെ അമ്മയെ തല്ലിലും രണ്ടു പക്ഷം എന്ന് പറയുന്ന പോലെ അവിടെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടല്ലോ. നിൽക്കുന്നു രണ്ടുപേരും. നാണമില്ലേ രണ്ടുപേർക്കും? ഈ അച്ഛൻ എന്തിന്റെ കേടാ? സാറിന്റെ മകളും ഹസ്ബൻഡും ആണല്ലോ ദേ വരുന്നേ. ശരിയാണല്ലോ. അവരെന്താ ഇവിടെ? അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളെന്താ ഇവിടെന്നോ? പ്രതാപവർമ്മ സാറും ഒരു പെണ്ണും കൂടി പബ്ലിക് പ്ലേസിൽ നിന്ന് സംസാരിക്കുന്ന വാർത്ത ഒരാൾ വിളിച്ചു പറഞ്ഞു. വാർത്തയോ? മനുഷ്യർക്ക് പൊതുസ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊടുന്ന നിയമമുണ്ടോ? മുൻ മന്ത്രി പ്രതാപവർമ്മയും ഏതോ ഒരു സ്ത്രീയും കൂടി പൊതുസ്ഥലത്ത്. ചാനലായ ചാനലുകൾ തോറും ഇതിപ്പോ വാർത്തയാവും. ഫ്ലാഷ് ന്യൂസ് എന്ന പേരിൽ ഇപ്പൊ തുടങ്ങും. സ്കൂപ്പ് കിട്ടാൻ കാത്തിരിക്കുക റിപ്പോർട്ടർമാര്. എന്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ നിനക്കാരാ അനുവാദം തന്നത്? നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മേലിൽ എന്റെ കാര്യത്തിൽ കയറി ഇടപെട്ട് പോകരുത്. മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, പൗരാവകാശമുണ്ട്. എന്റെ കാര്യങ്ങളിലൊന്നും കയറി ആരും തലയിടണ്ട. നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? നീ വിളിച്ചോണ്ട് വന്നാണോ ഇവിടെ? അല്ല സർ. വിളിച്ചോണ്ട് പോടാ. ഇവൾക്കെന്തോ മെന്റൽ പ്രോബ്ലം ഉണ്ട്, സംശയരോഗം. ഇപ്പോ ഞാൻ പറഞ്ഞതൊക്കെ എങ്ങനെ ഇരിക്കുന്നു? എല്ലാം സത്യമായില്ലേ? അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്കെന്താ? അല്ല, നീ എന്റെ ആരാ? എന്റെ ആരാന്ന്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിക്കും. ചോദിക്കാൻ ഇവിടെ ആരാ ഉള്ളേ? എനിക്കൊന്ന് അറിയണമല്ലോ. ഇത്രയും നാൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? അതിനൊക്കെ ധൈര്യമുള്ളവരെ എനിക്കൊന്ന് കാണണമല്ലോ. ആ അംബിക നിങ്ങളും കൂടി എന്റെ അച്ഛന്റെ ജീവിതം തകർക്കാൻ ഇറങ്ങിയിരിക്കുക. ഏയ് ഇല്ല, നിങ്ങളുടെ ഉദ്ദേശം ഒന്നും നടക്കില്ല. നടത്താൻ ഈ ഹൃതിക സമ്മതിക്കില്ല. ഇനി നിങ്ങൾ എന്റെ അച്ഛന്റെ പുറകെ വന്ന നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. കരുതിയിരുന്നോ?